പീലി നീർത്തുന്ന കാലം പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും ചരിത്രം ചാലിച്ചെഴുതിയ കോഴിക്കോട് നഗരത്തിന്റെ ഹൃദയവിശാലതയിലേക്ക് ആത്മീയ ദർശനത്തിന്റെ പൊലിമയുമായി നിലനിന്നിരുന്ന സെയിന്റ് ജോസഫ് ചർച്ചിൽ പുതിയൊരുണർവിന്റെ ധ്വനി മുഴങ്ങിക്കേട്ട കാലമായിരുന്നു 2000-2006 കാലഘട്ടം. ഫാദർ ജോസ് പുളിക്കത്തറയുടെ ആഗമന കാലഘട്ടമായിരുന്നു അത്. കടലിന്റെ മക്കളും നഗരത്തിന്റെ മക്കളും അധിവസിക്കുന്ന ഈ നഗരപ്രാന്തത്തിൽ അച്ഛൻ തന്റെ മേച്ചിൽപ്പുറം തേടി കണ്ടെത്തുകയായിരുന്നു. ഈ ദേവാലയമുറ്റത്തിന്റെ മണൽത്തരികൾക്ക് പോലും ഉയർച്ചയുടെ ഈ കാലഘട്ടം ഓർമ്മിച്ചെടുക്കാനുണ്ടാവും. ആത്മീയ തലത്തിന്റെ അരുളപ്പാടുകൾ കൊണ്ട് കുടുംബജീവിതത്തിന്റെ താളപ്പിഴകളെ കണ്ടറിഞ്ഞ് സാന്ത്വനത്തിന്റെ കരസ്പർശം കൊണ്ട് സമാശ്വസിപ്പിക്കുന്ന ദൈവദൂതനായാണ് അച്ഛൻ ഈ ഇടവക ജനത്തിന്റെ മനസ്സിൽ സ്ഥാനം പിടിച്ചത്. അച്ഛനെ കുറേ വർഷങ്ങളായിട്ട് എനിക്കറിയാം. എൻ്റെ പേര് ജെസ്സി. ഞാൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുകയാണ്. ഈ സെൻറ്റ് ജോസഫ് ഇടവകയിലെ അംഗമാണ്. അച്ഛനെക്കുറിച്ച് ഒരു അമ്മ അല്ലെങ്കിൽ ഒരു കുടുംബനാഥ എന്ന നിലയ്ക്ക് അച്ഛനെക്കുറിച്ച് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കുടുംബ ബന്ധങ്ങൾക്ക് അച്ഛൻ വളരെ പ്രാധാന്യം കൊടുക്കുന്നൊരു വ്യക്തിയാണ്. ഒരു കുടുംബത്തിൽ പള്ളിയിൽ ഒരു കുടുംബത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഫാദർ അവിടെ ഓടിച്ചെല്ലും. അവരുടെ പ്രശ്നങ്ങൾ ഫാദർ പരിഹരിക്കും. അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. മണിക്കൂറുകളോളം അവരുടെ കൂടെ ചെലവഴിക്കും. അച്ഛൻ്റെ ആ ഇടപെടലുകളിൽ എത്രയോ കുടുംബങ്ങൾ ജീവിതത്തിലേക്കും പ്രാർത്ഥന നിർഭരമായ ഒരു കുടുംബജീവിതത്തിലേക്കും മടങ്ങി വന്നത് അറിയുന്ന ഒരാളാണ്. വ്യക്തിപരമായിട്ടും അല്ലാതെയും എനിക്കിത് വളരെ നന്നായിട്ട് അറിയുന്നതാണ്. അച്ഛൻ ആ കുടുംബത്തിൽ വന്ന് ആ ഓരോ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് അച്ഛൻ പോകുമ്പോൾ അത് അച്ഛൻ അവിടെ വെച്ച് നിർത്തുന്നില്ല. അച്ഛൻ വീണ്ടും അത് അച്ഛൻ്റെ ഭക്തി നിർഭരമായ കുർബാനയിലും അച്ഛൻ്റെ ദൈവ ചൈതന്യം നിറഞ്ഞ ആ പ്രസംഗങ്ങളിലൊക്കെ നമുക്കത് ഭയങ്കരമായിട്ട് ആ ഒരു പ്രശ്നത്തിനെ അഭിമുഖീകരിക്കാനും അതിനെ അതിജീവിച്ച് നല്ലൊരു കുടുംബജീവിതത്തിലേക്ക് വരാനൊക്കെ നമുക്ക് എത്രയോ കഴിഞ്ഞിട്ടുണ്ട്. ഈ പരിശുദ്ധാത്മാവ് നിറഞ്ഞ അച്ഛൻ്റെ പ്രസംഗങ്ങൾ നമ്മളെ ഭയങ്കര ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ഫാദറിന് ഇനിയും ദൈവം ഒരുപാട് നല്ല ഉന്നതങ്ങളിൽ ഒരുപാട് ആയുസ്സും ആരോഗ്യം നൽകി ദൈവകൃപയാൽ ഫാദർ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഇനിയും ആയുസ്സും ആരോഗ്യം ഫാദറിന് കൊടുക്കട്ടെ എന്ന് ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. ഇടവകയുടെ നവോത്ഥാന പ്രവർത്തനങ്ങളുടെ ചുക്കാൻ പിടിച്ച ബഹുമാനപ്പെട്ട ഈ വൈദികൻ ഇടവക ഭരണത്തിലെ ക്രിയാത്മക വ്യതിയാനങ്ങൾക്ക് തുടക്കം കുറിച്ചു. മതബോധന പ്രക്രിയയ്ക്ക് ഒരു നൂതന കാഴ്ചപ്പാടുകൾ കാണിച്ചുകൊണ്ട് കേരള മതബോധന രംഗത്ത് മാറ്റത്തിന്റെ ധ്വനി മുഴക്കി. ഞാൻ സെൻറ്റ് ജോസഫ് പള്ളിയുമായി ബന്ധപ്പെട്ട് 30-35 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. പല വൈദികരുമായിട്ട് സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ പുളിക്കത്തറയിൽ അച്ഛനിൽ കാണുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരണപരമായ കാര്യങ്ങളിലും പ്രത്യേകിച്ച് ഈ പള്ളിയുടെ കാറ്റീസം സംബന്ധമായ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധാലുവായിരുന്നു അച്ഛൻ. ഞാൻ കാറ്റീസം പ്രസിഡൻ്റായിട്ട് അച്ഛൻ്റെ കൂടെ 4-5 വർഷം ഉണ്ടായിട്ടുണ്ട്. കാറ്റീസത്തിൻ്റെ സുവർണ്ണ നാളുകളായിരുന്നു സെൻറ്റ് ജോസഫ് പള്ളിയിൽ അച്ഛനുണ്ടായിരുന്ന കാലങ്ങളൊക്കെ. സെമിനാറുകൾ സംഘടിപ്പിക്കുന്നതിനും മാതാപിതാക്കളെ വിളിച്ചു വരുത്തി അവർക്ക് സെമിനാറുകൾ കൊടുക്കുന്നതിന് അച്ഛൻ വളരെ താല്പര്യം കാണിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഈ പള്ളി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് നാൾ മുടങ്ങിക്കിടുന്നൊരു പള്ളിയാണിത്. അച്ഛൻ വന്നതിന് ശേഷം വളരെ ശ്രമിച്ചിട്ടാണ് ഈ പള്ളിയുടെ പുനർനിർമ്മാണം ആരംഭിച്ചത് തന്നെ. പിന്നെ എനിക്ക് ഓർമ്മ വരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഈ പള്ളി നിർമ്മാണത്തിലും ഈ സ്കൂളുണ്ടാക്കിയത് അച്ഛനാണ്. അങ്ങനത്തെ കാര്യങ്ങളെക്കാൾ ഉപരി ഈ നമ്മളുടെ സഭയുടെ ചില നിയമങ്ങളിവിടെ പഠിപ്പിക്കാൻ പ്രത്യേകം ഞാൻ ആലോചിക്കുകയാണ്. ഇവിടുത്തെ കാറ്റീസം കുട്ടികളെയൊക്കെ കുർബാന സ്വീകരണ സമയത്ത് ദിവ്യകാരണത്തിന് മുമ്പിൽ മുട്ടുകുത്തി എഴുന്നേൽപ്പിക്കുന്ന ഒരു ശീലം പുളിക്കത്തറ അച്ഛനാണ് നമ്മളുടെ ഈ പള്ളിയിൽ കൊണ്ടുവന്നത്. അതിപ്പോൾ നമ്മുടെ രൂപതയിൽ പല പള്ളികളിലേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. മിക്ക പള്ളികളിലും ആ ഒരു ശീലം ഇപ്പോൾ കാണുന്നുണ്ട്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇവിടെ വിദ്യാരംഭം കുട്ടികളുടെ ശിശുക്കളുടെ നാവിൽ കുരിശുകൊണ്ട് ഈശോ എന്ന് എഴുതി കൊടുത്ത് വിദ്യാരംഭം ചെറിയ കുട്ടികളുടെ ആരംഭിച്ചത് ഈ അച്ഛൻ്റെ കാലത്തായിരുന്നു. അതുപോലെ തന്നെ മരിയ ബംബിനോ എന്നുള്ള ഒരു ആശയം ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള ആ മാതാവിൻ്റെ ഉണ്ണി മാതാവിൻ്റെ പ്രാർത്ഥനയും നൊവേനയും തുടങ്ങിയിട്ടുള്ളത് പുളിക്കത്തറ അച്ഛൻ ഇവിടെ വന്നതിന് ശേഷമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് എനിക്ക് പുളിക്കത്തറ അച്ഛനെ പറ്റിയിട്ട് ഈ അവസരത്തിലോട്ട് പറയാനുള്ളത്. അച്ഛൻ ഇവിടെ വികാരിയായിരിക്കുമ്പോഴാണ് സെയിൻറ്റ് ജോസഫ് സ്കൂൾ പുതുക്കിപ്പണിത് വിദ്യാഭ്യാസ രംഗത്ത് പുതിയ ഊടും പാവും നൽകിയത്. കടലോരത്തിൻ്റെ മക്കൾ പഠിക്കുന്ന ഈ സ്കൂളിൻ്റെ പുരോഗതിയിൽ അച്ഛൻ്റെ ചിന്തയും ഉദ്ദീപനവുമാണെന്ന് സന്തോഷത്തോടെ ഇവർ ഓർത്തെടുക്കുന്നു. എൻ്റെ പേര് അഗത. ഞാൻ സെൻറ്റ് ജോസഫ്സ് വിദ്യാലയത്തിലെ ടീച്ചറാണ്. ഞങ്ങളുടെ വിദ്യാലയം പണ്ട് കാലത്ത് ഒരു പഴയ കെട്ടിടമായിരുന്നു. ഞങ്ങളുടെ മാനേജരായ ജോസ് പുളിക്കത്തറ അച്ഛൻ്റെ ത്യാഗോജ്വലമായ പ്രവർത്തനം കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ കെട്ടിടം ലഭിച്ചിരിക്കുന്നത്. കടലോര ഗ്രാമങ്ങളിലെ നിർധനരായ രക്ഷിതാക്കളുടെ കുട്ടികൾ പഠിക്കുന്ന ഈ വിദ്യാലയം ആധുനിക സൗകര്യങ്ങളുള്ള ഒരു വിദ്യാലയമാക്കി തീർത്തത് സ്നേഹം നിറഞ്ഞ ഞങ്ങളുടെ പുളിക്കത്തറ അച്ഛനാണ്. അന്നത്തെ ഞങ്ങളുടെ അഭിവന്യ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവ് എല്ലാവിധ പ്രോത്സാഹനവും നൽകുകയും പിതാവിൻ്റെ അനുഗ്രഹത്തോടെയും ആശീർവാദത്തോടെയും കൂടിയാണ് ഞങ്ങൾക്ക് ഈ കെട്ടിടം ലഭിച്ചത്. 2005 ഒക്ടോബർ 31 സ്നേഹം നിറഞ്ഞ പുളിക്കത്തറ അച്ഛൻ്റെ സാന്നിധ്യത്തിൽ അഭിവന്യ കളത്തിപ്പറമ്പിൽ പിതാവ് ഈ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് പട്ടണത്തിൻ്റെ നെറുകയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വിദ്യാലയം സാധാരണക്കാരായ കുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാലയമാണ്. സൗകര്യങ്ങളില്ലാത്ത പഴയ കെട്ടിടത്തിൽ നിന്നും ഇന്നീ നിലയിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ കെട്ടിടം ലഭിച്ചതും മുതൽ ഞങ്ങളുടെ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുവാൻ അച്ഛന് സാധിച്ചിട്ടുണ്ട്. വിശ്രമ ജീവിതം നയിക്കുന്ന സ്നേഹം നിറഞ്ഞ പുളിക്കത്തറ അച്ഛന് ഞങ്ങളുടെ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും പേരിൽ നന്ദിയും കടപ്പാടും അറിയിക്കുന്നതോടൊപ്പം തന്നെ അച്ഛനെ സർവേശ്വരൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇക്കാലയളവിലാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഇടവക ജനത്തിന് സാമ്പത്തിക പുരോഗതി ലക്ഷ്യം വെച്ച് ഫാദർ ജോസ് പുളിക്കത്തറ ഒരു ചിട്ടി ഫണ്ടിന് രൂപം കൊടുത്തത്. സ്വരക്ഷ ചിട്ടി ഫണ്ട് എന്ന് പേരിട്ട ഈ സ്ഥാപനം ഇടവകയുടെ സമസ്ത മേഖലകളിലും ഇടപെട്ടിരുന്നു എന്ന് ഇന്നത്തെ MD പറയുന്നു. ഞാൻ സ്വരക്ഷ ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. ഈ സ്ഥാപനം ആരംഭിച്ചത് 2003 സെപ്റ്റംബർ മാസത്തിലാണ്. ഈ സ്ഥാപനത്തിൻ്റെ ആദ്യത്തെ പ്രസിഡൻറ്റ് റവറൻഡ് ഫാദർ ജോസ് പുളിക്കത്തറ ആയിരുന്നു. ഞങ്ങൾ 50 ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട് ഈ കമ്പനിയിൽ. കേരള സ്റ്റേറ്റ് ചിട്ടി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത സ്ഥാപനമാണ്. 300-ൽ പരം വരിക്കാരുണ്ട്. 18 ലക്ഷം രൂപയുടെ സ്ഥല കുറി ഞങ്ങൾ നടത്തുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഭാഗം ലാഭത്തിൻ്റെ ഒരു ഭാഗം ഞങ്ങൾ മറ്റുള്ള നല്ല സോഷ്യൽ സർവീസിന് ഉപയോഗിക്കുന്നുണ്ട്. ഞങ്ങളുടെ വരിക്കാരിൽ കൂടുതൽ ഈ അടുത്തുള്ള പ്രദേശത്തുള്ള രൂപതയുടെ സ്കൂളിലെ ടീച്ചേഴ്സും അതിലുള്ള സ്റ്റാഫുമാരാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഈ സ്ഥാപനം കൊണ്ട് ഞങ്ങൾക്ക് ഈ ഒരു മേഖലയിൽ നിന്ന് ഈ കുറിയിലേക്ക് നല്ല സഹായവും ഉണ്ട്. ഈ കുറി മുന്നോട്ട് പോണുണ്ട്. ആത്മീയതയുടെ വെളിച്ചം മാത്രം മുന്നിൽ കണ്ട് ഇറങ്ങിപ്പുറപ്പെട്ട് ചെയ്തു തുടങ്ങിയ പ്രവൃത്തികൾ കർത്താവിൻ്റെ കരങ്ങളാൽ പൂർത്തീകരിച്ചത് അച്ഛനോടുള്ള ദൈവീക പരിഗണനയുടെ അനുഗ്രഹ പ്രവാഹമാണെന്ന് സിസ്റ്റർ എടുത്തു പറയുന്നു. ബഹുമാനപ്പെട്ട പുളിക്കത്തറ അച്ഛനെ പറ്റി പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഓർമ്മയിലേക്ക് വരുന്നുണ്ട്.
എങ്കിലും ഇത് എല്ലാം കൂടി ഒരുമിച്ച് കൂട്ടി പറഞ്ഞാൽ അടിയുറച്ച ദൈവവിശ്വാസത്തിൽ പദമൂന്നി ശക്തമായ വചനത്തിൻ്റെ പിൻബലത്താൽ ശക്തമായി ധീരമായി മുൻപോട്ട് പോയ ഒരു വൈദികനാണ് ബഹുമാനപ്പെട്ട പുളിക്കത്തറ അച്ഛൻ. അച്ഛൻ്റെ ദൈവപരിപാലനയിലുള്ള വിശ്വാസം ഞങ്ങളെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയതാണ്. ആ വിശ്വാസത്തിൻ്റെ അടയാളമാണ് അനേകായിരങ്ങൾക്ക് ആശ്വാസമായി നിൽക്കുന്ന ഈ ദേവാലയം. കയ്യിൽ കാശില്ലാതെ ദൈവവിശ്വാസം ഒന്നിൽ മാത്രം പദമൂന്നി അച്ഛൻ ആരംഭിച്ച് അത് ദൈവം സമ്മാനമായി തന്നെ വിചാരിച്ച സമയത്ത് തന്നെ പൂർത്തിയാക്കി തീർത്ത ഈ ദേവാലയം ഇന്ന് അനേകായിരങ്ങൾക്ക് ആശ്വാസമാണ്. ഈ കോഴിക്കോട് സിറ്റിയുടെ തന്നെ മകുടമായി പ്രകാശ ഗോപുരമായി ഇത് നിലനിൽക്കുന്നു. അച്ഛൻ ആരംഭിച്ച ഉണ്ണീശോയുടെ നൊവേന ആരംഭിച്ചതായിരുന്നു. അച്ഛൻ്റെ കാലത്താണ് അത് മനോഹരമായിട്ട് വീണ്ടും പുനർജനിച്ചു വരികയും അനേകായിരങ്ങൾക്ക് ഇന്ന് ആശ്വാസമായി തീരുകയും ചെയ്തത്. സ്നേഹത്തിൽ പൊതിഞ്ഞ കാലത്തിൻ്റെ കൈവഴികളിലൂടെ പുളിക്കത്തറ അച്ഛൻ തൻ്റെ കർമ്മമണ്ഡലത്തിൽ മുന്നേറിയത് ക്രിസ്തുവിൻ്റെ കരം കവർന്നുകൊണ്ടായിരുന്നു. നാഥൻ്റെ കാലടിപ്പാടുകളിൽ തൻ്റെ കാൽപാദങ്ങൾ ചേർത്ത് വെച്ച് ജോസച്ചൻ പന്ഥാവിൽ മുന്നേറുമ്പോൾ അതിൻ്റെ അനുരണനങ്ങൾ ചുറ്റുപാടുകളിൽ പ്രസരിച്ചിരുന്നു. ആ ആത്മീയ അനുഭൂതിയിൽ അച്ഛനു ചുറ്റും കൂടിയ വിശ്വാസികളിലേക്ക് ദൈവീക ചൈതന്യം നിർഗളിച്ചതിൻ്റെ തെളിവാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ പങ്കുവെച്ചവരുടെ വാക്കുകളിലൂടെ തെളിവായത്. ഇന്ന് സുവർണ ജൂബിലിയുടെ നിറവിൽ ചാരിതാർത്ഥ്യത്തിൻ്റെ നിമിഷങ്ങൾ പങ്കുവെച്ച് ഫാദർ പുളിക്കത്തറ. 50 വർഷക്കാലം ഒരു പുരോഹിതനായി സ്തുത്യർഹമായ സേവനം ചെയ്ത ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ഞങ്ങളുടെ പ്രിയങ്കരനായ പുളിക്കത്തറ അച്ഛൻ. 75 വയസ്സ് തികഞ്ഞപ്പോൾ അദ്ദേഹം റിട്ടയർ ചെയ്ത് വിശ്രമ ജീവിതത്തിലേക്ക് വരികയുണ്ടായി. എന്നാൽ അദ്ദേഹത്തിൻ്റെ വിശ്രമ ജീവിതം എന്ന് പറയുന്നത് അദ്ദേഹം എല്ലായിടത്തും പോയി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. പള്ളികളിൽ പോയി കുർബാന ചൊല്ലുക, കുമ്പസാരിപ്പിക്കുവാൻ പോവുക, ജനങ്ങൾക്ക് കൗൺസിലിംഗ് നടത്തുക, ആധ്യാത്മികമായിട്ടുള്ള മറ്റ് കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ട് തൻ്റെ വിശ്രമ ജീവിതം നന്നായിട്ട് ആഘോഷിക്കുകയാണ് പുളിക്കത്തറ അച്ഛൻ. ഒരു പുരോഹിതന് വിശ്രമ ജീവിതം ഇല്ല എന്ന് പഠിപ്പിക്കുന്ന ഒരു ജീവിതമാണ് അച്ഛൻ്റേത്. ഈ അച്ഛൻ്റെ ജീവിതത്തിലൂടെ ഒന്ന് കടന്നു പോകുമ്പോൾ ഞാൻ അദ്ദേഹത്തെ കാണുന്നത് ബൈബിളിൽ പുറപ്പാടിൻ്റെ പുസ്തകം 36-ാം അധ്യായത്തിൽ ഒരു കഥാപാത്രമുണ്ട്. ബസാലേൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ദൈവത്തിൻ്റെ സമാഗമ കൂടാരം പണിതുയർത്തുന്നതിന് ദൈവം നിയോഗിച്ച വ്യക്തിയായിരുന്നു ബസാലേൽ. ആ കർമ്മം അദ്ദേഹം വളരെ നന്നായിട്ട് ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ ബസാലേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ തണലിൽ ജീവിക്കുന്നവനെന്നാണ്. 50 വർഷക്കാലം ഒരു പുരോഹിതനായി ജീവിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ തണലിൽ ജീവിക്കുകയും ആ തണലിലേക്ക് ധാരാളം ആളുകളെ ആകർഷിക്കുകയും ചെയ്ത വ്യക്തിത്വമാണ് അച്ഛൻ്റേത്. നമ്മുടെ പരിശുദ്ധ പിതാവ് എപ്പോഴും പറയാറുണ്ട്, നിങ്ങളുടെ ജീവിതം നിങ്ങൾ ആകർഷകമാക്കണം, അതാണ് ഏറ്റവും വലിയ ജീവിത സാക്ഷ്യമെന്ന്. 50 വർഷക്കാലം പുരോഹിതനായി ജീവിച്ചുകൊണ്ട് തൻ്റെ ജീവിതം ആകർഷകമാക്കി ജീവിച്ച വ്യക്തിയാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട പുളിക്കത്തറ അച്ഛൻ. എവിടെയെല്ലാം പോയിട്ടുണ്ട് അവിടെയൊക്കെ
തൻ്റെ ജീവിതം കൊണ്ട് അദ്ദേഹം സാക്ഷ്യം നൽകിയിട്ടുണ്ട്. കൂദാശകൾ പരികർമ്മം ചെയ്യുന്നതിൽ അതീവ തീക്ഷ്ണതയുള്ള ഒരു പുരോഹിതനാണ് അദ്ദേഹം. ദൈവവചനം പ്രസംഗിക്കുന്നതിൽ വളരെയധികം കരുതൽ കാണിക്കുന്ന ഒരു പുരോഹിതനാണ് അദ്ദേഹം. ജനങ്ങളെ സ്വീകരിക്കുന്നതിൽ, ജനങ്ങളോട് കൂട്ടുകൂടുന്നതിൽ, ജനങ്ങളോടൊപ്പം നടക്കുന്നതിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വൈദികനാണ് പുളിക്കത്തറച്ചൻ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ മറ്റൊരു പ്രത്യേകത, എല്ലാവരെയും ഉൾക്കൊള്ളുവാനും എല്ലാവരെയും സ്നേഹിക്കുവാനും കഴിയുന്ന ഒരു പ്രകൃതി അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാണ്. ആരൊക്കെ അദ്ദേഹത്തെ കാണുന്നുവോ അവരുടെയൊക്കെ ജീവിതത്തിൽ അദ്ദേഹം ഒരു പാദമുദ്ര ഏൽപ്പിച്ചുകൊണ്ട്, ഒരടയാളം ഏൽപ്പിച്ചുകൊണ്ടാണ് കടന്നു പോകുന്നത്. കരിസ്മാറ്റിക് ധ്യാനങ്ങളൊക്കെ നടത്തി ജനങ്ങളെ പ്രാർത്ഥനയിലേക്ക്, ജനങ്ങളെ വിശുദ്ധിയിലേക്ക് എല്ലാം നയിക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്, ഇന്നും സാധിക്കുന്നുണ്ട്. ഈ ജീവിതം ധന്യമാകട്ടെ, സഫലമാകട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. നീണ്ട 5 പതിറ്റാണ്ടിൻ്റെ കുതിപ്പും കിതപ്പുമായി കാലാന്തരങ്ങളുടെ ശിഖരവഴികളിൽ ഓർമ്മപ്പൂക്കൾ വിരിയിച്ചുകൊണ്ട് ജോസച്ചൻ ഇന്നിവിടെ താപസനാകുന്നു. ജീവിതത്തിൻ്റെ ഈ സായങ്കാലങ്ങളിൽ പോലും അവിരാമമാകുന്ന പ്രവൃത്തികളിൽ വ്യാപൃതനാണ് അച്ഛൻ. അസ്തമയ സൂര്യൻ്റെ പ്രഭാപൂരിതമാകുന്ന വൈകുന്നേരങ്ങളിലും ഉദയസൂര്യൻ്റെ കിരണഗമനങ്ങളിലും ആത്മീയതയുടെ ചൈതന്യം നിറഞ്ഞു തുളുമ്പുന്നു ഇന്നും. ജീവിതത്തിൽ കർമ്മം കൊണ്ട് പുണ്യപൂരിതമായ ഈ വൈദികന്റെ ജീവിത പന്ഥാവിൽ വചനസുഗന്ധങ്ങളുടെ നിർഗളിപ്പ് കാണാം. കാത്തുവെച്ച കാലത്തിൻ്റെ കൈവഴികളിൽ ആത്മീയ ആശയങ്ങളുടെ പെരുമഴക്കാലം തീർത്ത സ്നേഹമയീഭവനായ ഫാദർ ജോസ് പുളിക്കത്തറ തൻ്റെ പ്രയാണത്തിൻ്റെ സുദീർഘ നാളുകൾക്ക് അർദ്ധവിരാമം തീർത്ത് ഇവിടെ വിശ്രമത്തിലാണ്. കർമ്മകാണ്ഡത്തിലെ കാർമ്മികത്വം ഒഴിഞ്ഞെങ്കിലും ജപപൂരിതമായ നാളുകൾ സൃഷ്ടിച്ചെടുത്ത് ഈ വൈദിക ശ്രേഷ്ഠൻ ദൈവകൃപയാൽ തിരക്കിലാണ്. ഈശ്വര സന്നിധിയിൽ ആയിരിക്കുമ്പോൾ വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ മധ്യസഹായത്തിൽ എനിക്ക് തന്ന ദൈവാനുഗ്രഹങ്ങൾ ഞാൻ ഓർക്കുകയാണ്. ഇടവക ജനത്തിൻ്റെ ആവശ്യമായിരുന്ന ഒരു വലിയ ദേവാലയം, അന്ന് തറ മാത്രമുണ്ടായിരുന്ന ഒരു അവസ്ഥയിൽ 8 വർഷത്തോളം പണി കഴിക്കാതെ കടന്നിരുന്ന അവസ്ഥയിൽ അത് പണിയണം എന്നുള്ള തീവ്രമായ മനസ്സ് ഉണ്ടായിരുന്നു. 4-5 വർഷത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു ദിവസം ഒരു ജോസഫ് എന്ന് പറഞ്ഞൊരു വ്യക്തി എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അച്ഛാ, ഔസേപ്പിതാവിൻ്റെ ദേവാലയം പണിയുന്നതിന് വേണ്ടി ഞാൻ ഒരു കേരള ഭാഗ്യക്കുറി എടുത്തിട്ടുണ്ട്. അതെനിക്ക് കിട്ടി. അതിൻ്റെ ഒരു 18 ലക്ഷം രൂപ ഈ ദേവാലയം പണിക്കായിട്ട് ഞാൻ തരുന്നു. ഇത്രയും വലിയ ഒരു തുക സംഭാവനയായിട്ട് കിട്ടിയപ്പോൾ അത് അന്നത്തെ കുർബാന സമയത്ത് വിളിച്ചു പറയുകയും തുടർന്ന് ദേവാലയം പണിയാനുള്ള ഒരു ആരംഭം കുറിക്കുകയും ചെയ്തു. ദേവാലയം പണിയാൻ ആരംഭിച്ചപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരനും വിശുദ്ധ യൂദാത്താദോസിൻ്റെ ഭക്തനുമായ സർഗജിത്ര അപ്പച്ചൻ എൻ്റെ സുഹൃത്താണ്. അദ്ദേഹം 25 ലക്ഷം രൂപ തന്ന് പള്ളിപ്പണി പൂർത്തിയാക്കണം അച്ചോ എന്ന് പറയുകയുണ്ടായി. അതുകൂടി കിട്ടിയപ്പോൾ ദൈവത്തിൻ്റെ പ്രത്യേക നിയോഗമാണ് ഈ ദേവാലയം എന്നിലൂടെ പൂർത്തീകരിക്കണമെന്നുള്ളത് എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ അന്നത്തെ ഞങ്ങളുടെ പിതാവായിരുന്ന ജോയി കളത്തിപ്പറമ്പ് പിതാവിനെ കാണുകയും പിതാവ് അതിന് പ്രത്യേക അനുവാദം നൽകുകയും അങ്ങനെ ആ പണി ആരംഭിക്കുകയും ചെയ്തു. ദൈവാനുഗ്രഹത്താൽ
അഭിമന്യ കളത്തിപ്പറമ്പ് പിതാവിൻ്റെയും അന്ന് രൂപത പ്രൊക്രേറ്ററായിരുന്ന ജസ്റ്റിൻ ഒളാട്ടുപുറത്ത് അച്ഛൻ്റെയും ഇടവകയിലെ കൺസ്ട്രക്ഷൻ കമ്മിറ്റിയുടെ മേൽനോട്ടത്തിലും ടെൻഡർ വിളിക്കുകയും ഒരു ദേവസി പനമരത്തു നിന്നുള്ള ആൾക്ക് പള്ളിപണിയുടെ കോൺട്രാക്റ്റ് നൽകുകയും ചെയ്തു. പണി ആരംഭിച്ചു. ഈ ആരംഭവേളയിൽ ഒരുപാട് സഹായ സഹകരണങ്ങൾ ഇടവക ജനങ്ങളിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നുമൊക്കെ ഈ ദേവാലയത്തിൻ്റെ പണിക്ക് വേണ്ടി സംഭാവനയോട് നൽകിയിട്ടുണ്ട്. ഒരാൾ ഒരു കല്ല് എന്ന പ്രത്യേകമായിട്ടുള്ള ഒരു സന്ദേശവുമായിട്ട് ബഹുമാനപ്പെട്ട തോമസ് പനക്കൽ അച്ഛൻ പണിതിരുന്ന തറക്കല്ലിൻ്റെ മുതൽ അഭിമന്യ പിതാവ് ജോയി കളത്തിപ്പറമ്പ് പിതാവിൻ്റെ മേൽനോട്ടത്തിൽ പണി ആരംഭിക്കുകയും 2007 ഈ ദേവാലയ പണി പൂർത്തീകരിക്കുകയും ആ വർഷത്തിൽ തന്നെ ജോയി കളത്തിപ്പറമ്പ് പിതാവ്, മാക്സ്വെൽ പിതാവ്, ചക്കാലക്കൽ പിതാവ് ഒന്നിച്ച് ഈ ദേവാലയം ആശീർവദിക്കുകയും ചെയ്തു. ആശീർവാദ സമയത്ത് ജോയി പിതാവ് പറഞ്ഞത് ഈ ദേവാലയം ഈ സിറ്റിയുടെ ഒരു വലിയ പ്രകാശഗോപുരമാണ് എന്ന്. സിറ്റിയിലെ എല്ലാവരെയും ആശ്ലേഷിക്കുന്ന ഈ യേശുവിൻ്റെ പടം, യേശുവിൻ്റെ ശില്പിയിലുള്ള പടം നോക്കിക്കൊണ്ടാണ് അഭിമന്യ പിതാവ് ഇത് പറഞ്ഞത്. ആ ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് ഈ പ്രത്യേകമായിട്ടുള്ള ശില്പം, ഈശോയുടെ ഉയർത്തെഴുന്നേറ്റ ശില്പം, എല്ലാ മനുഷ്യരെയും ആശ്ലേഷിക്കുന്ന ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്ന് ഉദ്ഘോഷിച്ച യേശുവിനെ ഇവിടെ സ്ഥാപിക്കുവാൻ എനിക്കും ജസ്റ്റിനച്ഛനും സാധിച്ചത്. അങ്ങനെ ലോകത്തിൻ്റെ പ്രകാശമായി കോഴിക്കോട് സിറ്റിയുടെ ഗോപുരമായി ഈ ദേവാലയം അന്ന് വെഞ്ചരിച്ച് ലോകത്തിന് ഈ കോഴിക്കോട് സിറ്റിക്ക് രൂപതയ്ക്ക് അഭിമന്യ ജോയി പിതാവ് നൽകുകയും ചെയ്തു. യാത്ര തുടരുമീ യാത്ര, ആത്മനിറവിൻ്റെ സഫലമീ യാത്ര, തിരിയിട്ടു കൊളുത്തിയ ചിരാതിൻ പ്രഭ ചിരിതൂവി നിറയുന്ന ആത്മീയ യാത്ര, ചിരിതൂവി നിറയുന്ന ആത്മീയ യാത്ര.